ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന നല്ല അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശിനെ ചതിച്ച് തകർക്കാൻ ശ്രമിച്ചവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനുള്ള ഒരു ബുദ്ധിപരമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനായി മാളവികയെ ശത്രുക്കളുടെ ജ്വല്ലറിയിൽ ഒരു ഡിസൈനറായി ആദർശ് എത്തിച്ചിരിക്കുകയാണ്. ആദർശ് അതീവ രഹസ്യമായി നയനയെ കൊണ്ട് വരച്ചു നൽകുന്ന മനോഹരമായ ഡിസൈനറുകൾ മാളവികയുടേതാണെന്ന് വിശ്വസിപ്പിച്ച് ആ ജ്വല്ലറി ഉടമകളുടെ വിശ്വാസം നേടിയെടുക്കുകയാണ് അവരുടെ ലക്ഷ്യം. തുടക്കത്തിൽ മാളവികയെ പുച്ഛിച്ച് തള്ളിയെങ്കിലും ഡിസൈനുകളുടെ മികവ് കണ്ട് അവർ അത്ഭുതപ്പെടുകയും മാളവിക കളക്ഷൻസ് എന്ന പേരിൽ തന്നെ പുതിയ ആഭരണങ്ങൾ വിപണിയിൽ ഇറക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഈ നീക്കത്തിലൂടെ ശത്രുക്കളുടെ ബിസിനസ് രഹസ്യങ്ങളും അവർക്ക് പിന്നിൽ കളിക്കുന്ന യഥാർത്ഥ പ്രതികളെയും കണ്ടെത്താമെന്നാണ് ആദർശിന്റെ കണക്കുകൂട്ടൽ. ഒടുവിൽ നാഗേന്ദ്രൻ ഒരുക്കിയ ചതിക്കുഴിയിൽ അവൻ തന്നെ വീഴാൻ പോവുകയാണ്. എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ MD നാഗേന്ദ്രനാണെന്ന സത്യം മാളവിക തിരിച്ചറിയുന്നു. പണ്ട് ഗ്രീനയെ വെച്ച ആദർശിനെതിരെ കളിച്ച അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ നാഗേന്ദ്രനെ പൂട്ടാൻ ആദർശം പ്രയോഗിച്ചത്. നാഗേന്ദ്രൻ മാത്രമല്ല, ഇതിനു പിന്നിൽ അവന്തികയുടെ വലിയൊരു പങ്കുണ്ടെന്നും അനന്തപുരി തറവാട്ടിലേക്ക് അവന്തിക തിരിച്ചെത്തിയത് വെറുമൊരു ചാരപ്പണിക്കാണെന്നും മാളവിക ആദർശിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അന്വേഷണങ്ങൾക്കിടയിൽ ആദർശിനെ ദുബായിൽ വെച്ച് ചതിയിൽപ്പെടുത്തിയ ഡേവിഡ് എന്ന വ്യക്തിക്ക് അഭിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയുന്നു. അഭിയും ജലജയും ചേർന്ന് കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ആദർശിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് വ്യക്തമാണ്. എന്നാൽ ഇവരെയെല്ലാം നിയന്ത്രിക്കുന്ന പുറത്തു നിന്നുള്ള അതിബുദ്ധിമാനായ ഒരാൾ കൂടെ ഈ ചതിക്ക് പിന്നിലുണ്ടെന്ന് ആദർശ് സംശയിക്കുന്നു. വരാനിരിക്കുന്ന വിഷുക്കാലത്ത് മൂർത്തീസ് ജ്വല്ലറിയുടെ കസ്റ്റമേഴ്സിനെ മുഴുവൻ എൻ ജ്വല്ലറി റാഞ്ചാൻ പദ്ധതി ഇടുന്നുണ്ടെന്ന് സേവിയർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് മൂർത്തീസ് ജ്വല്ലറിക്ക് ചരിത്രത്തിലെ തന്നെ വലിയൊരു തകർച്ചയ്ക്ക് കാരണമായേക്കാമെന്നും അയാൾ മനക്കൂട്ട് കെട്ടുന്നു. ഇത്രയധികം പ്രശ്നങ്ങൾ ബിസിനസ്സിൽ പുകയുമ്പോഴും നിലവിൽ MD സ്ഥാനത്തിരിക്കുന്ന അനി ഇതൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അനിയാകട്ടെ പ്രണയവും ആഘോഷവുമായി നടക്കുകയാണ്. ഏതായാലും ഒരു ദിവസം മാളവിക തന്റെ രഹസ്യ ദൗത്യത്തിന്റെ ഭാഗമായി ഡേവിഡുമായി സംസാരിക്കുമ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത അസത്യം പുറത്തു വരുന്നത്. ഡേവിഡിനോട് മാളവിക ചോദിക്കുന്നുണ്ട്, സാറല്ലേ ഈ കമ്പനിയുടെ MD, പിന്നെന്തിനാണ് എന്റെ ഡിസൈനുകളൊക്കെ കാണിക്കാൻ മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നത്? ആ സമയത്ത് ഡേവിഡ് മറുപടി കൊടുക്കുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊന്നും മോൾക്കറിയില്ലല്ലോ. ഈ AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമയും MDയും ആ നാഗേന്ദ്രൻ സാറാണ്. മാത്രമല്ല, നാഗേന്ദ്രൻ സാർ എന്തിനാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നതെന്നും അതിന് പിന്നിലെ വലിയ കളികളെക്കുറിച്ചും ഡേവിഡ് സൂചിപ്പിക്കുന്നു. പക്ഷേ ഈ സംഭാഷണങ്ങളെല്ലാം മാളവിക തന്റെ പക്കലുള്ള രഹസ്യ പെൻ ക്യാമറയിലൂടെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ദൃശ്യങ്ങളും നാഗേന്ദ്രനാണ് യഥാർത്ഥ ഉടമ എന്ന വിവരവും മാളവിക ഉടൻ തന്നെ ആദർശിനെ വിളിച്ചറിയിക്കുന്നു. നാഗേന്ദ്രൻ എന്ന പേര് കേൾക്കുന്നതും ആദർശ് സ്തബ്ധനായി പോകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അനന്തപുരി തറവാട്ടിൽ നിന്നും മുത്തച്ഛനെ ആട്ടി പുറത്താക്കിയ തന്റെ സ്വന്തം ചെറിയച്ഛൻ തന്നെയാണോ ഈ നാഗേന്ദ്രൻ എന്ന് ആദർശ് അത്ഭുതപ്പെടുന്നു. അഭിയുടെയും അവന്തികയുടെയും അച്ഛനായ നാഗേന്ദ്രൻ കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന്റെ പക തീർക്കാൻ ഇത്രയും കാലം ഒളിഞ്ഞിരുന്ന് കരുക്കൾ നീക്കുകയായിരുന്നു എന്ന് ആദർശ് ഒടുവിൽ തിരിച്ചറിയുന്നു. ഇത്രയും കാലം തങ്ങളുടെ തണലിൽ കഴിഞ്ഞവർ തന്നെ തങ്ങളെ തകർക്കാൻ ഇത്രയും വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തു എന്ന തിരിച്ചറിവ് ആദർശിനെ ഞെട്ടിക്കുകയാണ്. മറുഭാഗത്ത് മൂർത്തീസ് ജ്വല്ലറി വലിയൊരു ബിസിനസ് തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. വരാനിരിക്കുന്ന വിഷുക്കാലത്ത് AN ജ്വല്ലറി തങ്ങളുടെ കസ്റ്റമേഴ്സിനെ റാഞ്ചാൻ പദ്ധതി ഇടുന്നുണ്ടെന്ന് സേവിയർ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും നിലവിലെ MD ആയ അനി ഇതൊന്നും ഗൗരവമായി എടുക്കുന്നില്ല. ഏതായാലും മാളവിക അയച്ചു തന്ന രഹസ്യ ദൃശ്യങ്ങൾ വാട്സപ്പിൽ കണ്ട ആദർശ് ഒരു നിമിഷം തരിച്ചുപോയി. സ്ക്രീനിൽ തെളിഞ്ഞ ആ മുഖം അവന് അപരിചിതമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് മുത്തച്ഛൻ കുടുംബത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച നാഗേന്ദ്രൻ എന്ന തന്റെ ചെറിയച്ഛൻ. എന്നാൽ ആദർശിനെ അതിലേറെ ഞെട്ടിച്ചത് നാഗേന്ദ്രന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളെ കണ്ടപ്പോഴാണ്. അത് മറ്റാരുമല്ല, തങ്ങളുടെ കൂടെ ഒരേ വീട്ടിൽ കഴിഞ്ഞിരുന്ന അവന്തിക. ഈ ദൃശ്യങ്ങൾ നയനയും കാണുന്നുണ്ടായിരുന്നു. അവന്തിക ഇത്രയും വലിയൊരു വഞ്ചകിയായിരുന്നു. നമ്മുടെ സ്നേഹത്തിന് പകരമായി അവൾ തന്നത് ഈ ചതിയായിരുന്നു. നയന ഇങ്ങനെ സങ്കടത്തോടെ ചോദിച്ചപ്പോ ഒരു കുടുംബത്തെയും ബിസിനസിനെയും തകർക്കാൻ സ്വന്തം അച്ഛനോടൊപ്പം ചേർന്ന് അവൾ നടത്തിയ ചാരപ്പണി ആദർശിന് അപ്പോഴും വിശ്വസിക്കാനാകുമായിരുന്നില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഇത്രയും വലിയൊരു ശത്രു ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നയനെ. പക്ഷേ നിഴലിൽ ഒളിച്ചിരുന്ന് നമ്മളെ തകർക്കാൻ നോക്കിയവർക്കുള്ള മറുപടി ഇനി അടുത്ത് തന്നെ ഉണ്ടാകും. വഞ്ചകരെ വെളിച്ചത്ത് കൊണ്ടുവന്ന സ്ഥിതിക്ക് കളി ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ തറപ്പിച്ച് പറയുകയാണ് ആദർശ്. പിന്നീട് വൈകാതെ തന്നെ ആദർശും നയനയും സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താൻ അനന്തപുരി തറവാട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ മുത്തശ്ശന്റെ ചോദ്യം പരിഹാസരൂപേണയായിരുന്നു, എന്തായി, വലിയ വീരവാദം മുഴക്കി പോയതല്ലേ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കിട്ടിയോ? ആ സമയത്താണ് അവന്തിക പുറത്തുപോയി വീട്ടിലേക്ക് കയറി വരുന്നതും. അത് കണ്ടതും ആദർശ് അവന്തികയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, നീ എവിടെ പോയിരിക്കുകയായിരുന്നു? പതിവ് പോലെ നിഷ്കളങ്കതയെല്ലാം അഭിനയിച്ച് അവന്തിക പറയുകയാണ്, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഉടനെ ആദർശ് ദേഷ്യത്തോടെ ചോദിക്കുക, നിന്റെ അച്ഛനെയാണോ നീ ഇപ്പൊ ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്? ആദർശിന്റെ ഈ ചോദ്യം കേട്ടതും അവന്തികയുടെ ഉള്ളിൽ ഇടുത്തി വെട്ടി. വീട്ടുകാർക്കെല്ലാം അതൊരു വലിയ ഷോക്കായിരുന്നു. തുടർന്ന്
ഡേവിഡ് വെറും ഒരു പാവം മാത്രമാണെന്നും ജ്വല്ലറിയുടെ യഥാർത്ഥ സൂത്രധാരൻ നാഗേന്ദ്രനാണെന്നും ആദർശ് വെളിപ്പെടുത്തുന്നു. കുടുംബത്തിൽ നിന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി ചാരപ്പണി ചെയ്ത അവന്തികയുടെ മുഖം മൂടി അവിടെ അഴിഞ്ഞു വീണു. സ്വന്തം അച്ഛനാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് അഭി പോലും അപ്പോഴാണ് മനസ്സിലാക്കിയത്. തങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്തി ആദർശിനെ ജയിലറയ്ക്കുള്ളിലാക്കാൻ നാഗേന്ദ്രൻ ആസൂത്രണം ചെയ്ത നീക്കങ്ങൾ അറിഞ്ഞതും മുത്തശ്ശനും നിയന്ത്രണം വിട്ടു. പകയും ദേഷ്യവും നിറഞ്ഞ കണ്ണുകളോടെ ആ തറവാട് തന്നെ നടുങ്ങുന്ന ഒരു രൗദ്രഭാവത്തിലേക്ക് മുത്തശ്ശൻ മാറുകയാണ്. കൂടെ നിന്ന് ചതിക്കുന്നവരോട് അനന്തപുരി തറവാടിന് എന്നും ഒരു നയമേ ഉള്ളൂ, ശിക്ഷ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശൻ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അവന്തികയെ വീട്ടുതടങ്കലിലാക്കാൻ കൽപ്പിക്കുകയാണ്. അവന്തിക ഈ വിവരങ്ങൾ നാഗേന്ദ്രനെ അറിയിക്കാതിരിക്കാൻ അവളുടെ ഫോണും പിടിച്ചെടുത്തു. ഏതായാലും ഒടുവിൽ കാലങ്ങളായി തങ്ങളെ വേട്ടയാടിയിരുന്ന ആ അജ്ഞാത ശത്രുവിനെ തിരിച്ചറിഞ്ഞ ആശ്വാസത്തിൽ ആദർശും നയനയും കിരണും കല്യാണിയും എല്ലാം ഒന്നിച്ചു ചേരുകയാണ്. ഇനി വരാനിരിക്കുന്നത് നാഗേന്ദ്രനും ആദർശും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിന്റെ നാളുകളാണ്. നാഗേന്ദ്രന്റെയും അവന്തികയുടെയും മുഖംമൂടി അഴിഞ്ഞതോടെ ആദർശിന്റെ അടുത്ത നീക്കം അതിവേഗത്തിലായിരുന്നു. നാഗേന്ദ്രന്റെയും അവന്തികയുടെയും കള്ളക്കളികളെല്ലാം പുറത്തായതോടെ ആദർശിന്റെ ഉള്ളിലെ പോരാളിയും ഉണർന്നു. ഇനി ഒരു നിമിഷം പോലും വൈകിക്കണ്ട, ചതിയുടെ കോട്ടകൾ തകർക്കാൻ സമയമായി എന്ന് ഉറച്ച ശബ്ദത്തിൽ അവൻ നയനയോട് പറയുന്നു. മുൻപ് തന്നെ മയക്കിക്കിടത്തി നടത്തിയ തട്ടിപ്പിന്റെ കണക്കുകൾ തീർക്കാൻ നാഗേന്ദ്രനെ തകർക്കുക എന്നല്ലാതെ ആദർശിന് മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു. ഈ ക്രൂരതയ്ക്കെല്ലാം അർഹമായ ശിക്ഷ നാഗേന്ദ്രൻ നൽകണമെന്നത് ആദർശിന്റെയും നയനയുടെയും വാശിയാണ്. പിന്നീട് ആദർശ് ഉടൻ തന്നെ നന്ദുവിനെ വിളിച്ചു. നന്ദുവിന്റെ മറുപടി ആദർശിന് വലിയൊരു ആശ്വാസമാകുന്നു. നന്ദു പറയുന്നുണ്ട്, പേടിക്കേണ്ട ആദർശേട്ടാ, ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും നാഗേന്ദ്രൻ നടത്തിയ എല്ലാ കള്ളത്തരങ്ങളുടെയും തെളിവുകളും ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. നിയമത്തിന് മുന്നിൽ അയാൾക്കിനി ഒളിക്കാൻ ഒരിടവുമില്ല. അങ്ങനെ നന്ദു കൈമാറിയ ആ തെളിവുകൾ നാഗേന്ദ്രന്റെ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്നതായിരുന്നു. ഒടുവിൽ പോലീസ് നടപടികളിലൂടെ നാഗേന്ദ്രൻ അറസ്റ്റിലായതോടെ ജ്വല്ലറി ഒന്നുമല്ലാതായി മാറി. ചതിയിലൂടെയും വഞ്ചനയിലൂടെയുമാണ് ഇത്രയും കാലം അവർ കച്ചവടം നടത്തിയിരുന്നതെന്ന് നാട്ടുകാരും തിരിച്ചറിഞ്ഞു. അതോടെ ആ ജ്വല്ലറിയുടെ പ്രതാപം മണ്ണടിയുകയും കച്ചവടം കുത്തനെ താഴോട്ട് പോവുകയും ചെയ്തു. ഉടമ ജയിലിലായതോടെ ആ സ്ഥാപനം നാഥനില്ല കളരിയായി മാറി. അധികം വൈകാതെ തന്നെ അതിന്റെ അന്ത്യം കുറിക്കപ്പെട്ടു. എന്നാൽ മറുവശത്ത് സത്യത്തിന്റെ പാതയിൽ സഞ്ചരിച്ച അനന്തപുരി തറവാടിന്റെ പ്രശസ്തി നാടെങ്ങും പടർന്നു. നഷ്ടപ്പെട്ട പ്രതാപവും ആത്മവിശ്വാസവും ആദർശിലൂടെ ആ കുടുംബത്തിന് തിരികെ ലഭിച്ചു. ചതിക്കുഴികൾ ഓരോന്നായി അതിജീവിച്ച തറവാടിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച ആദർശും നയനയും പുതിയൊരു വിജയഗാഥ കുറിക്കുകയാണ്. ഇരുളടഞ്ഞ നാളുകൾക്ക് വിട നൽകി അനന്തപുരി തറവാട് വീണ്ടും ഐശ്വര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങിയെത്തി. അപ്പോ ഇതൊക്കെയാണ് പത്രമാക്കി ഇനി വരാനിരിക്കുന്ന ആവേശകരമായ നിമിഷങ്ങൾ. ചതിയുടെ മുഖംമൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീഴുമ്പോൾ ആദർശും നയനയും എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഇനി ഇതുപോലുള്ള കിടിലൻ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. നാഗേന്ദ്രന്റെ പതനവും അവന്തികയ്ക്കുള്ള ശിക്ഷയും ഒക്കെയായി കഥ ആകെ മാറാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. പത്തരമാറ്റിന്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.